നമസ്കാരം. അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഉയരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന പുതിയ ന്യൂക്ലിയർ തന്ത്രം അതൊരു ബഹുസ്തര രാഷ്ട്രീയ നീക്കമാവുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ഇറാന്റെ ആണവശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന കടുത്ത നിലപാട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് ആഗോള സുരക്ഷാ ചർച്ചകളിൽ വലിയ വിവാദമാവുകയാണ്. അതിനിടയിൽ ട്രംപിന്റെ പുതിയ വാദം വലിയ ചർച്ചയാകുന്നുണ്ട്. ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകരുതെന്നതിനാലാണ് ഇറാനുമായി യുദ്ധം നടത്തുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിപ്പിച്ചതായി US കോൺഗ്രസിനോട് പറഞ്ഞ ഘട്ടത്തിലാണ് ഈ പ്രസ്താവന കൂടി പറഞ്ഞത്. 60 ദിവസത്തെ യുദ്ധസമയം അവസാനിക്കാനിരിക്കെ അത് നീട്ടണമെങ്കിൽ ട്രംപിനും ഭരണകൂടത്തിനും US കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണ്. അതേസമയം വാക്കാലുള്ള ആക്രമണങ്ങൾ ട്രംപ് തുടരുകയാണ്. ഭീകരവാദികളായ ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയെ രക്ഷിച്ചത് അമേരിക്കയുടെ നടപടികളാണ്. ബോംബറുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അവരെ തടഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. ഇസ്രായേൽ, പശ്ചിമേഷ്യ, യൂറോപ്പ് എന്നിവ തകർന്നു പോകുമായിരുന്നു എന്ന് ഫ്ലോറിഡയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു വെച്ചു. ഇറാൻ നാമാവശേഷമാവുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. അവർക്ക് നാവികസേനയില്ല, വ്യോമസേനയില്ല, വിമാനവേധ സംവിധാനങ്ങളില്ല, റഡാറുകളില്ല. അവരുടെ നേതാക്കളെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ഇറാൻ മുന്നോട്ട് വെച്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം ട്രംപ് നിരസിച്ചു. 3 വർഷത്തിനുള്ളിൽ ഈ പ്രശ്നം വീണ്ടും ഉണ്ടാകുന്നത് ഒഴിവാകുന്നതിനായി ഞങ്ങൾ പിന്മാറില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. US അനുകൂലമായ കരാർ നൽകാത്തതിന് ഇറാൻ നേതൃത്വത്തെ ട്രംപ് കുറ്റപ്പെടുത്താനും മറന്നില്ല. അതൊരു വികലമായ നേതൃത്വമാണ്. അവരെല്ലാവരും ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അന്തിമമായി ഇറാന് 2 വഴികൾ ഉണ്ട് എന്നും ട്രംപ് പറഞ്ഞു. നമുക്ക് അവരെ പൂർണ്ണമായി നശിപ്പിച്ച് എന്നേക്കുമായി നാശം വരുത്തണോ, അതോ നമുക്കൊരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കണോ? അവയൊക്കെയാണ് ഓപ്ഷനുകൾ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 2026 യുദ്ധത്തിന് പിന്നിലെ പ്രധാന കാരണം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയാണ് എന്നതാണ് ട്രംപ് ആവർത്തിച്ച വാദം. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും നേരിട്ടുള്ള ഭീഷണിയാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിനാൽ സമാധാന കരാർ എന്നതിനേക്കാൾ ആണവ നിയന്ത്രണം എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ തന്ത്രത്തിന്റെ കേന്ദ്രീകരണം. ഇതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം 2 വഴികളിലാണ് നീങ്ങുന്നത്. ഒന്നാമത് ശക്തമായ സൈനിക സമ്മർദ്ദം. 2026 മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തിയ വൻ സൈനിക സജ്ജീകരണവും നേരിട്ടുള്ള ആക്രമണങ്ങളും ഈ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത് നയതന്ത്ര സമ്മർദ്ദം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും ആണവ വിഷയത്തിൽ യാതൊരു ഇളവും നൽകാനില്ല എന്ന കർശന നിലപാട് ട്രംപ് തുടരുന്നു. എന്നാൽ ഈ തന്ത്രം ട്രംപിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. യുദ്ധം ദൈർഘ്യമാവുകയും വ്യക്തമായ വിജയം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വന്തം ഇമേജ് നിലനിർത്തേണ്ടത് അദ്ദേഹത്തിന് അനിവാര്യമാവുകയാണ്. ഇറാനെതിരെ കടുത്ത ആണവ നിലപാട് സ്വീകരിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പിന്തുണ വർദ്ധിപ്പിക്കുന്ന ഒരു മാർഗമായി മാറും. അതേസമയം ട്രംപ് യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ സംഘർഷം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അമേരിക്കയുടെ നാവിക ഉപരോധവും ഭാവിയിലുള്ള സൈനിക നീക്കങ്ങളും ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വന്നത്. ഇത് യുദ്ധം അവസാനിച്ചു, പക്ഷേ സമ്മർദ്ദം തുടരുന്നു എന്ന ദ്വന്ദ്വ നിലപാട് വ്യക്തമാക്കുകയാണ്. യൂറോപ്യൻ സഖ്യരാജ്യങ്ങളുമായുള്ള ഭിന്നതകളും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാത്തതിനാൽ ട്രംപ് യൂറോപ്പിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും സൈനിക പുനഃക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. ഇതിലൂടെ അമേരിക്ക ഫസ്റ്റ് എന്ന തന്ത്രം വീണ്ടും ശക്തമായി ഉയർത്തിപ്പിടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ആകെ കൂടി നോക്കുമ്പോൾ ട്രംപിന്റെ ഇറാൻ ആണവ തന്ത്രം ഒരു യുദ്ധ നയം എന്നതിലുപരി ആഗോള ശക്തി സമവാക്യങ്ങളെ പുനർനിർവചിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ്. സമാധാനം ലക്ഷ്യമിടുന്നുവെന്ന അവകാശവാദത്തോടൊപ്പം തന്നെ ശക്തമായ സൈനിക ഭീഷണിയും കടുത്ത ആണവ നിബന്ധനകളും ചേർന്ന ഈ സമീപനം ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാവുകയാണ്.